ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്രി വലയാലിൻ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ പവിത്രമേറിയ ആ 10 ദിനരാത്രങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇതാ വന്നണഞ്ഞിരിക്കുകയാണ്. ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരാധന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ ഒരു 10 ദിവസങ്ങൾ. ലോകത്തെ മുഴുവൻ വിശ്വാസി ലക്ഷ്യങ്ങളും കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് ഒഴുകുന്ന നാളാണ് വരാനിരിക്കുന്നത്. തൽബിയത്തിൻ്റെയും തക്ബീറിൻ്റെയും ധ്വനികൾ ലോകമാകെ മുഴങ്ങി കേൾക്കുന്ന ദിവസങ്ങൾ. ഈ ഒരു ദിവസങ്ങൾക്ക് സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഹദീസുകളുണ്ട്. ആ സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സൂട്ടബിളായ സമയമായതുകൊണ്ട് തന്നെ 1 മുതൽ 9 ദിവസങ്ങൾ വരെ, അറഫയുടെ അന്ന് വരെ നോമ്പ് നോൽക്കൽ പ്രത്യേകമായ സുന്നത്ത് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അറഫയുടെ അന്ന് കൂടുതലായിട്ട് നല്ല കാര്യങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ച് വെറുതെ കിട്ടുന്ന ഒരു കൂലിയാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത്. ബലിമൃഗങ്ങളെ കാണുമ്പോൾ, ആട്, മാട്, ഒട്ടകം പോലത്തെ മൃഗങ്ങളെ കാണുമ്പോൾ പ്രത്യേകമായി തക്ബീർ ചൊല്ലൽ ഈ ദിവസങ്ങളിൽ സുന്നത്താണ് എന്നുള്ളത് ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളെ കൊണ്ട് ധന്യമാക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.